അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ ഇവിടെ നിർത്തിട്ട് എല്ലാവരും പോവാണെങ്കിൽ സ്ഥിതി എങ്ങനാവും? ആരും കാണില്ല, ഞങ്ങളും കാണില്ല, ആരും കാണില്ല. ഒറ്റ വന്നിട്ട് തട്ടി പോകും. അപ്പൊ ആരും പിടിക്കാൻ പറ്റുമോ? പറ്റൂല. നമുക്കിപ്പോ കറങ്ങാനും പറ്റില്ല. എനിക്ക് വോട്ട് കളിക്കാൻ പോകാൻ കൂടി പേടിയായി. കറക്റ്റ് 5 5:30 ആയതുള്ളൂ. നിങ്ങൾ എന്ത് ഉത്തരവാദിത്തത്തിൽ ഉള്ളില് നിങ്ങൾ എന്താ വാച്ചിൽ സമയം നോക്കിക്കൊണ്ടായിരുന്നു? കറക്റ്റ് 5 കുട്ടിയാണല്ലോ ഉള്ളിൽ കൂടെ നോക്കണേ. 4 കുട്ടിയാണെങ്കിൽ അപ്പുറത്തോട്ട് നിന്നുകൊണ്ട് പോയിട്ടുണ്ടാവും. ഇവിടുന്ന് 5 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ നമ്മളെ അവർ മാത്രമല്ല, നമ്മളെ കാര്യം എന്താ? ഇവർ എല്ലാം കാര്യം നമ്മളെ പണിയെടുക്കണം. ആദിവാസി കുടുംബങ്ങൾക്ക് എന്താണ് അങ്ങനെയാണ് പറയേണ്ടത്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ അതത്ര രാവിലെ വന്നു, ഇപ്പോഴും വന്നു. ആറ് മണിക്ക് വന്നിട്ട് ആനണ്ട് കണ്ടോ? നിങ്ങൾ ഇങ്ങനെ പോയാലോ പിന്നെ ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങണ്ട. വീട്ടില് ചെറിയ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, വലിയ ആൾക്കാരെ കുറവ്, ചെറിയ ചെറിയ മക്കളെ കൂടുതലുള്ളത്. ഞങ്ങൾ എവിടെ പോവും? ഞങ്ങൾ എവിടെ പോവാനാ? നമ്മൾ ഇവിടെ തന്നെ കഴിയണ്ട. ഇവര് 5 മണി വരെ ഇവരെ ഡ്യൂട്ടി എടുത്തു. ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവരങ്ങ് പോവും. നമ്മൾ എവിടെ പോവാനാ? അത് ഞങ്ങൾ ഇന്ന് എന്തുകൊണ്ട് പോവാണ്ടിരുന്ന? ഇന്ന് പണിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയതായിരുന്നു. ഈ രാവിലെ ചാനൽക്കാർ വന്നപ്പോഴാണ് ഞങ്ങൾ പണിക്ക് പോകാണ്ട് നിന്നത്. രാവിലെ ആയിരുന്നു അറിഞ്ഞത്. രാവിലെ 7 മണിയപ്പോഴാണ് അറിഞ്ഞത്. 6:45 നമ്മൾ അറിയുന്നത്. പണിക്ക് പോകാൻ ഇറങ്ങുമ്പോ അറിയുന്നത് നമ്മള്. എന്നിട്ട് എല്ലാരും ലീവാക്കിയതാ ഇന്ന്. എന്നിട്ട് ഇവര് ഇങ്ങനെ കളിക്കുമ്പോ നമുക്ക് പറയണ്ടേ? അത് മോശമല്ലേ? ഇവര് ചെയ്യുന്ന മോശമാണ്. ഇവരന്നാലും രാത്രിക്ക് എതിരെ പാഞ്ഞ് ആന വരുന്നത് നമുക്കറിയാം. എതിലെ വരുന്നത്, നമ്മൾ എതിലെ പോവും? നമുക്ക് ഇതിലൊരു പരിഹാരം നമുക്ക് ചെയ്തിട്ട് ഇവര് പോകാൻ പാടുള്ളൂ. ആരെ വിളിക്കുന്ന വരെ അറിയാം. ആരായാലും ശരി, ആരെ വിളിച്ചു കൊണ്ടുവന്ന് ഏത് ഭാഗത്തോ കൊല്ലുവോ ഞങ്ങൾക്ക് യാതൊരു വിഷമമില്ല.
മാത്രമേ ഞങ്ങൾക്ക് വിഷമം ചെയ്യുള്ളൂ. അതല്ലാണ്ട് ഞങ്ങൾക്ക് വിഷമം ചെയ്യില്ല. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ. പോലീസും ആരെങ്കിലും അന്നോട്ടെ ഇന്ന് ഏതായാലും പറഞ്ഞു വിടില്ല. വണ്ടി തത്ത് തെറ്റാണ്. ഞാൻ തത്ത് നിൽക്കോ അപ്പൊ ഒറ്റ ആരായാലും ശരി. ഇങ്ങനെയാണ് അവസ്ഥ. അതാണ് അവസ്ഥ. അത് പറ. വണ്ടി എടുക്കുന്ന നോക്കാം അറിയാമല്ലോ. നാട്ടുകാർ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പറയുന്ന കാര്യം രാവിലെ ആരെയും മയക്കൂടി വയ്ക്കാൻ ഇവിടെ വഴി തന്നെ പോയതാണ്. 5 ആവുമ്പോഴത്തേക്കും പോകുന്നു. എന്താണ് നമ്മളെ കാര്യം കൊണ്ട് പിടിപ്പിച്ചാണ് സിഗ്നൽ കിട്ടിയാണ് നിങ്ങൾ അതല്ല പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ സംഭവം. അപ്പൊ നിങ്ങളെ CCTV കണ്ടില്ലേ? അതിന്റെ ഓഫീസർമാർ ആരൊക്കെയാണ് പോയി ഞങ്ങളൊക്കെ നാളെ അല്ലെങ്കിൽ ഇവിടെ വല്ല നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് ഇരുന്നോളാം. അതിനുശേഷമാണ് അവർ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് പോയത്. ഡ്രൈവറുണ്ട് ഡാമില്ലേ കാണുന്നത് പനമര പിന്നോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാ അവിടെയല്ല. അപ്പൊ പിന്നെ ചാലികതയിൽ അജീഷിനെ കൊലപ്പെടുത്തിയ ബേലൂർ മഗ്നെ എന്ന ആനയെ മോഴയാനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യസംഘത്തിന്റെ ഇന്നത്തെ ശ്രമം ഉപേക്ഷിച്ചു. ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ആന മണ്ണുണ്ടി ഇരുമ്പരം കോളനിക്ക് സമീപത്തുള്ള ഉൾക്കാട്ടിലേക്ക് മറഞ്ഞു. ദൗത്യസംഘം മടങ്ങി വന്നു. ആ ദൗത്യസംഘത്തെ തടയുകയാണ് നാട്ടുകാർ. അവരവരുടെ ആശങ്കയും സങ്കടവും ഒക്കെ പങ്കുവെക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ആ സ്ഥലത്ത് നിന്നുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആശങ്കയിൽ തന്നെയാണ് പ്രദേശവാസികൾ. കാടിനോട് ചേർന്ന് ജീവിക്കുന്നവരൊക്കെ തന്നെ. ദൗത്യസംഘം 5 മണിയായി അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു പോയി. പക്ഷേ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരല്ലേ, രാത്രി ഞങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് എന്ന് ചോദിക്കുകയാണ് നാട്ടുകാർ. രാത്രിയിൽ ഈ മോഴയാന